ഒരു സോങ് അഭിനയിച്ചത് കണ്ടതാണ് എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ്. രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് അതിനേക്കാളും വലിയ എക്സ്പീരിയൻസ്. നമ്മുടെ ഒടിയൻ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് പോയിട്ടായിരുന്നു. ലാലേട്ടനെ കണ്ട ആവേശത്തിൽ വേഗം ഫോൺ എടുത്തിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. വേഗം ആനടിച്ചേട്ടൻ ഓടി വന്നു. ആരാടാ അവിടെ ഫോട്ടോ എടുക്കുന്നത്, വേഗം എല്ലാം ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആരൊക്കെ ഓടി വന്ന് എൻ്റെ ഫോൺ പിടിച്ച് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യിച്ചു. ഇതാണ് എൻ്റെ സിനിമയിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം അത്യാവശ്യം കഷ്ടപ്പെട്ട് മടി ചെയ്തു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ആരും ചെയ്യാൻ പറ്റാത്ത, ചെയ്തിട്ടില്ലാത്ത 2 പടമാണ് ഞാൻ ഈ ഡയറക്ടറുടെ കൂടെ ചെയ്തിരിക്കുന്നത്. നെവർ സീൻ കണ്ടന്റ് വൺസ് അഗെയിൻ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മടി എന്ന ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് 3 വർഷം കഷ്ടപ്പെട്ട് പാലക്കാട് നിന്ന് മധുരയിൽ പോയി അവിടെ താമസിച്ച് അവിടുത്തെ ഓരോ മനുഷ്യന്മാരുടെ എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ, കൾച്ചർ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, കെടാസൻ്റെ വിടുന്നേക്കാട്ടിലും മുന്നേ ഒരു കെടേനെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത്, അതിനെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതിനെ കെട ട്രീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സും നമ്മളുടെ സൗണ്ടുമാണ് കെട മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പം ഒരേ ഡ്രസ്സിൽ തന്നെ മാസങ്ങളോളം ഞാൻ അതിനെ ട്രെയിൻ ചെയ്യാൻ പോയിട്ടുണ്ട്. അതിനെങ്ങനെ ഫുഡ് വെക്കണം, എന്ത് ഫുഡ് കൊടുക്കണം, അതിന് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം, അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അതിന് ഇഞ്ചുറി വരും, അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു മധുരക്കാരൻ എങ്ങനെയാണോ ഒരു നോർമൽ കെടേനെ വളർത്തി അവൻ്റെ ലൈഫ് അവൻ കൊണ്ടുപോകുന്നത്, അത് A to Z പഠിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മധുരയിൽ ഇന്നലെ SDFS കാണാൻ പോയപ്പം അത്ര ഇമോഷൻ, ഓരോരുത്തരെയും ഇമോഷൻ അവർ കെട്ടിപ്പിടിച്ച് കരയുന്നത്, ആ ഫീൽ എനിക്ക് കിട്ടി. എന്തായാലും 2 പടവും ഇതുവരെ ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ